ഇപ്പോൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോവാം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലിഡിയ ജേക്കബ് അവിടെ മോർച്ചറിക്ക് മുന്നിൽ തുടരുന്നുണ്ട്. ലിഡിയ, ഈ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത് അത് ഇനി എപ്പോഴായിരിക്കും? 5 പേരുടെ മൃതദേഹങ്ങൾ ഇതിനോടകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയാകാൻ ബാക്കിയുള്ള മൃതദേഹങ്ങൾ അത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? വിശദാംശങ്ങൾ. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ 5 പേരുടെ മൃതദേഹങ്ങളാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ 3 പേരുടേത് വിട്ടു നൽകുകയും ചെയ്തു, ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. 2 പേരുടെ കൂടി വിട്ടു നൽകാനുണ്ട്. മറ്റ് നടപടികൾ മറ്റ് മൃതദേഹങ്ങളുടെ അടക്കം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും എന്നുള്ളതാണ്. അല്പസമയത്തിനുള്ളിൽ ഈ DNA സാമ്പിളുകൾ പരിശോധിക്കുന്നത്, അത് ശേഖരിക്കുന്നത് അടക്കമുള്ള നടപടികൾ കൂടി ആരംഭിക്കും എന്നുള്ളതാണ്. എന്തായാലും വളരെ വേദനാജനകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് മോർച്ചറിക്ക് മുന്നിൽ നിന്നും കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി മുതൽ ഇവിടെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു മൃതദേഹത്തിൽ ചെറിയ സംശയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ആളുകളാണ് നമ്മോടൊപ്പം ചേരുന്നത്. ചേട്ടാ, സുബ്രഹ്മണ്യന്റെ ആളുകളാണ്. മൃതദേഹത്തിൽ ചെറിയ സംശയമുള്ളത് കൊണ്ട് നിങ്ങൾ രാത്രി മുഴുവൻ ഇവിടെ നിന്നതാണ്. അദ്ദേഹം പെരിന്തൽമണ്ണ സ്വദേശിയാണ്, കൊളത്തൂര്. നമ്മൾ ഇന്നലെ ഈ അപകടം നടന്ന നമ്മൾ ന്യൂസ് കണ്ട സമയത്ത് ഏതൊരു ചാനലെടുത്ത ഇന്റർവ്യൂവിലെ ഭാഗമായിട്ട് അപ്പോൾ അദ്ദേഹം അതിൽ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ യാത്ര അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് ഏകദേശം 10 മണിയാകുമ്പോൾ എത്തിയ സമയത്ത് നമ്മൾ മോർച്ചറി ആദ്യം അവിടെ പോയിരുന്നു. കാഷ്വാലിറ്റി പോയപ്പോൾ അവിടെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ഏട്ടനും മകനും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കയറി മോർച്ചറി നോക്കിയപ്പോൾ ഒരു ബോഡി സ്ഥിരീകരിച്ചതാണ്, ബാക്കി 2 സ്ഥിരീകരിക്കാത്തുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്നു. പക്ഷേ 2 നമ്മൾ ഉദ്ദേശിച്ച ആളല്ല, അതുകൊണ്ട് തിരിച്ചു പോന്ന് രണ്ടാമത് സംശയത്തിൻ്റെ പേരിൽ നമ്മൾ ആ സ്ഥിരീകരിച്ച ബോഡി ഒന്ന് കാണട്ടെ നോക്കിയപ്പോഴാണ് സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ആളാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഏട്ടനും അതുപോലെ സ്ഥിരീകരിക്കാൻ കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം, അദ്ദേഹം ഒരു ALS ഉപയോഗിക്കുന്നുണ്ട്, ചരട് അതുണ്ട്, തോർത്തുമുണ്ട്. അദ്ദേഹം ലോട്ടറി എടുക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ആ ലോട്ടറി അദ്ദേഹത്തിൻ്റെ അതും ഈ ഒരു കവറിലാക്കി നമുക്ക് കാണിച്ചു തന്നു. മറ്റൊരാളുടെ മൃതദേഹമാണ് എന്ന് ഇപ്പോൾ 11 പേരാണ് ബാക്കി ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അതിൽ 5 പേരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ട് തുടരുന്നത്. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി ഉള്ളവർ നോട്ട് ക്രിട്ടിക്കലാണ്. 6 പേര് നോട്ട് ക്രിട്ടിക്കലായിട്ട് ഇവിടെ ചികിത്സ തേടുന്നുണ്ട്. അതിൽ ഒരു 14ാമത്തെ ആൾ ഇപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റലിൽ ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി അവിടെ ചികിത്സ തേടുന്ന ഒരാളുണ്ട്. നമുക്ക് 5 പോസ്റ്റ്മോർട്ടം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 പേരുടെ ബോഡിയാണ് വിട്ട് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള പോസ്റ്റ്മോർട്ടം പ്രോസസ്സ് രാവിലെ തന്നെ ആരംഭിക്കും. അതുപോലെ DNA സാമ്പിളിംഗ് എടുക്കാനുള്ള രാജീവ് ഗാന്ധിയുടെ ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തും. ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് നമുക്ക് 3 ബോഡീസ് ഡിസ്പ്യൂട്ടൊന്നും ഇല്ലാതെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. 2 ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അതിന്റെ DNA സാമ്പിളിങ്ങിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ 5 അങ്ങനെ ഐഡന്റിഫൈ ചെയ്തത്. ബാക്കി 4 നമ്മൾ DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രം കൊടുക്കാം. ഡിസ്ചാർജ് ചെയ്തവരുടെ പേര് ഞാനിപ്പോൾ എടുത്ത് പറയാം. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് 2 കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് DNA സാമ്പിളിങ്ങിന് ശേഷം മാത്രമാണ് അതിന്റെ കൺഫർമേഷൻ നമ്മളിപ്പോൾ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം മാത്രമാണ് ബോഡി റിലീസ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്താണ്? ഉണ്ട് 6:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നമ്മുടെ പോലീസിന്റെയും ഫയറിന്റെ എല്ലാ ടീമും ഉണ്ട്, എൻക്വയറിയുടെ ടീമും ഉണ്ട്. ഇന്നലെ പാലക്കാട് നിന്ന് എത്തിയിരുന്നു, എറണാകുളത്ത് നിന്ന് എത്തിയിരുന്നു. ബാക്കി ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ വിളിക്കും. അതിൽ 2 പേര് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. 5 പേരാണ് ക്രിട്ടിക്കൽ. അതിൽ 2 പേര് വെന്റിലേറ്ററിലാണ്. ബാക്കി 6 പേരുടെ കുഴപ്പമില്ല, വൈറ്റൽസൊക്കെ ഓക്കെയാണ്. തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടി ജില്ലാ കളക്ടർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 5 പേരുടെ തിരിച്ചറിയലാണ്. 5 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൽ 3 പേർക്ക് കൃത്യമായി തർക്കങ്ങളില്ലാതെ തന്നെ തിരിച്ചറിഞ്ഞത് ബന്ധുക്കൾക്ക് കൈമാറിക്കഴിഞ്ഞു. 2 പേരെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരു അന്തിമ പരിശോധനയ്ക്കായി ഒരു DNA സാമ്പിളിംഗ് കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി റിസൾട്ട് വന്നെങ്കിൽ മാത്രമേ അത് ബന്ധുക്കൾക്ക് നൽകുകയുള്ളൂ എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ പറഞ്ഞത്. അപ്പോൾ ഔദ്യോഗികമായി അത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്നത് എന്നുകൂടി പ്രേക്ഷകർ അറിയുക. 5 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. അതിൽ 3 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 2 പേരുടെ DNA സാമ്പിളിംഗ് കൂടി ബാക്കിയുണ്ട് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ ചികിത്സയിൽ കഴിയുന്ന 5 പേർ, 2 പേർ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. ബാക്കി 6 പേർ, അതല്ലാതെ ഗുരുതരമല്ലാത്ത അവസ്ഥയിലുള്ള 6 പേരുടെ നില കുഴപ്പമില്ല. അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. അവരുടെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ ഓക്കെയാണ് എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചത്. ഒപ്പം തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവരങ്ങൾ കൂടി പറഞ്ഞിരുന്നു.
കൂടുതൽ വിദഗ്ധ സംഘങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതോടെ അവരൊക്കെ ഉപയോഗിച്ചായിരിക്കും തിരച്ചിൽ ഉണ്ടാവുക എന്നാണ് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് നൽകിയ വിവരം. തനേഷ് തമ്പി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നു. തനേഷ്, ഇപ്പോൾ ഔദ്യോഗികമായി ജില്ലാ ഭരണകൂടം ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നുണ്ട്. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഈ പറയുന്നത് പോലെ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, 5 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. അതിൽ 2 പേരുടെ കൂടി DNA സാമ്പിളിംഗ് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അത് കൃത്യമായി ഡിസ്പ്യൂട്ട് ഇല്ലാതെ തിരിച്ചറിഞ്ഞെന്ന് പറയാൻ കഴിയുകയുള്ളൂ എന്നല്ലേ പറഞ്ഞത് കളക്ടർ? തീർച്ചയായിട്ടും പ്രജിൻ 3 പേരുടെ മൃതദേഹങ്ങളാണ് പൂർണ്ണ അർത്ഥത്തിൽ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത്. 2 പേരുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ DNA പരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അത് ബന്ധുക്കൾക്ക് വിട്ടുകിടക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. നിലവിൽ 13 പേർ ചികിത്സയിലുണ്ടായിരുന്നത് 11 കുറഞ്ഞിട്ടുണ്ട്. 2 പേർ ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. 5 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 11 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിലാണ്. അല്പം മുൻപാണ് ജില്ലാ കളക്ടർ മാധവിക്കുട്ടി ഇവിടെ എത്തി മടങ്ങുമ്പോൾ അവർ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഏറ്റവും അവസാനത്തെ അപ്ഡേഷൻസ് അവർ നൽകിയിരിക്കുന്നത്. 11 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ 2 പേർ നേരത്തെ മുതൽ തന്നെ വെന്റിലേറ്ററിലാണ്. ഏതാണ്ട് 90% പൊള്ളലേറ്റിട്ടുള്ള ആളുകളാണ് ഈ 2 പേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ 2 പേരും വെന്റിലേറ്റർ സപ്പോർട്ടിൽ തുടരുന്നു. മൃതദേഹങ്ങൾ 5 മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. ഇതിൽ 2 എണ്ണത്തിന്റെ കാര്യത്തിൽ ചെറിയ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് DNA പരിശോധന കഴിയുന്നതുവരെ കാത്തിരിക്കുന്നു എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം രാജീവ് ഗാന്ധി ബയോടെക്നോളജി സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ സാമ്പിളുകൾ ശേഖരിക്കും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായ ഒരു സംഭവം നടന്ന അതിൻ്റെ തൊട്ടടുത്ത പകലാണ്. ഈ പകലിൽ ഇപ്പോഴും ഇവിടെ കാഷ്വാലിറ്റിക്ക് മുമ്പിൽ പരിക്കേറ്റവരുടെ ബന്ധുക്കൾ അങ്ങനെ എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ പോലും മോർച്ചറിക്ക് മുന്നിലൊക്കെ ഇപ്പോഴും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ഉറ്റവർ അവരെ തിരിച്ചറിയാൻ കഴിയേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണോ എന്നതടക്കമുള്ള വേദനയോടുകൂടിയുള്ള കാത്തിരിപ്പിലേക്ക് കുറേ പേരെങ്കിലും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിയപ്പെടാൻ ആവാത്ത ശരീരഭാഗങ്ങളാണുള്ളത്. DNA പരിശോധന മാത്രമാണ് അത്തരം കാര്യങ്ങളിൽ ഏക ആശ്രയം. കാരണം ആ ശരീരഭാഗങ്ങളൊക്കെ കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തിരിച്ചറിയാനുള്ള വലിയ സാധ്യതകൾ കാണുന്നില്ല എന്നുള്ള ഒരു വലിയ സങ്കടകരമായ സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഏകോപിപ്പിക്കുന്നു. അവർ ഇവിടെ രാമനിലയത്തിലുണ്ട്. അതിനുശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവരുമുണ്ട്. മന്ത്രി പി രാജീവും ആർ ബിന്ദുവും ഉൾപ്പെടെയുള്ളവരുമൊക്കെ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ വേണ്ട ഏകോപനം നടത്തുന്നുണ്ട്. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാകാതെ, പ്രത്യേകിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾ, മരിച്ചവരുടെ ബന്ധുക്കൾ, അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. 5 പേരുടെ മൃതദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും 3 പേരുടേത് മാത്രമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വേഗം വിട്ടുകൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 2 മൃതദേഹങ്ങളുടെ കാര്യത്തിൽ ചില സംശയങ്ങൾ ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് ഈ കത്തിക്കരിഞ്ഞ നിലയിലായതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നു. അതുകൂടി ദൂരീകരിച്ചുകൊണ്ട് DNA പരിശോധനാ ഫലം അടക്കം വന്നതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇന്ന് വളരെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കായിരിക്കും ആരോഗ്യവകുപ്പ് ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ നേതൃത്വം നൽകുക. കാരണം അത്രത്തോളം സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് ഈ ഗ്രാമവും അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജും തൃശ്ശൂരും ആകെ തന്നെയും. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 6 മണിക്ക് ഈ സമയത്ത് തന്നെ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി ഇവിടെ എത്തിച്ചേർന്നതും ഈ ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തിയതും. ഇനി ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അപ്ഡേഷൻസ് വരേണ്ടത്. പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം ആരോഗ്യനില എങ്ങനെയാണ് ഈ ചികിത്സയിൽ കഴിയുന്നവരുടേതെന്ന് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഉൾപ്പെടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വലിയ സങ്കടത്തിൽ തന്നെയാണ് ഈ മെഡിക്കൽ കോളേജും പരിസരവും ഒക്കെ ഇപ്പോഴും ഉള്ളത്. ശരി തനിഷ്ടോടെ തുടരുക, അടുത്ത ഘട്ടത്തിലെത്താം. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ചും ഈ ബന്ധുക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ, ഒരുപക്ഷെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാൻ ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ബന്ധുക്കൾ അവിടെ എത്തിയിട്ടുണ്ട്. അവരെന്ത് പറയുന്നു എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പം തന്നെ അവരുടെ എന്താണ് ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന വിവരങ്ങൾ, പരിക്കേറ്റവരുടെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് ബന്ധുക്കളോട് എന്താണ് ആശുപത്രിയിൽ നിന്ന് നൽകിയ വിവരങ്ങൾ, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഞാൻ തനേഷിലേക്ക് ആ ഘട്ടത്തിലെത്താം. ഇപ്പോൾ ഒരിക്കൽ കൂടി അപകടം നടന്ന മുണ്ടത്തിക്കോട് പാടത്തേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അവിടെ വിപിൻ സി വിജയൻ ചേരുന്നുണ്ട് പുതിയ വിവരങ്ങളുമായി. വിപിൻ, ഈ തെരച്ചിൽ നടത്താനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം എത്തിയിട്ടുണ്ട്, സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം അവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് നിലവിലെ അവിടുത്തെ സാഹചര്യം? ഈ തെരച്ചിൽ തുടങ്ങിയോ?
പ്രജിൻ, തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ കമ്മീഷണർ എത്തി. കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗത്തിന് ശേഷമായിരിക്കും ആ ഒരു തിരച്ചിലിലേക്ക് കടക്കുകയുള്ളൂ. 2 കടാവർ ഡോഗുകളെ എത്തിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു പോലീസ് ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും ഇവയെ അകത്ത് കയറ്റിയിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുകയും ചെയ്യുക. കൂടുതൽ ആളുകൾ, അതായത് ഈ തിരച്ചിലിനൊക്കെ ആയിട്ടുള്ള കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എവിടുന്ന്, നിങ്ങൾ ടീം തെരച്ചിലിനായിട്ട് വന്നതാണോ? നമ്മൾ ഇതിൻ്റെ സഹായകമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വന്ന നമ്മളെ നിർദ്ദേശങ്ങൾ അതോറിറ്റീൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഇതിനനുസരിച്ചത് നമ്മൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള റെസ്ക്യൂ KT എന്ന് പറഞ്ഞ എമർജൻസി ടീമിൻ്റെ റെസ്ക്യൂ പ്രവർത്തകരാണ്. കണ്ണൂർ മുതൽ മലപ്പുറം. ഇന്നലെ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ മുതലേ ഞങ്ങളിവിടെ ഉണ്ട്. പിന്നെ ഇന്നലെ ഹോസ്പിറ്റലും കാര്യങ്ങളും അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഇനി ഇന്നത്തെ ഇവിടുത്തെ കോർഡിനേഷൻ അനുസരിച്ചാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യെസ്, അപ്പോൾ അവർ കൂടെ തിരച്ചിലിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന സംഘമാണ്. ഇതുപോലുള്ള പല ഭാഗങ്ങളിൽ നിന്നും ഒരു സഹായത്തിനായിട്ട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാഴ്ച. ഒപ്പം തന്നെ പ്രജിന് എടുത്തു പറയേണ്ടത്, നമുക്ക് കാണാം ഇതൊരു വിശാലമായിട്ടുള്ളൊരു പാടമാണ്. ഇപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളും ഇങ്ങനെ കത്തിക്കരിഞ്ഞ് കിടക്കുന്നു എന്നുള്ളത് ഈ വെടിക്കെട്ട് പുരയിൽ ഉണ്ടായിരുന്ന പല വസ്തുക്കളും ഇത്ര ദൂരത്തേക്ക് തെറിച്ചു വീണ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുന്നതാണ്. അതായത് ഒരു വെടിക്കെട്ട് കഴിഞ്ഞ ഒരു പ്രദേശത്ത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന സാമഗ്രികൾ ഉണ്ടാവും. ഈ വെടിക്കെട്ടിന് ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികളുടെയൊക്കെ ഒരു അതിൻ്റെ ബാക്കി ഒക്കെ അവിടെ കിടക്കുന്നത് കാണാം. അതുപോലെ പല ഭാഗങ്ങളിൽ ചിന്നിച്ചെതിരി കിടക്കുന്നുണ്ട്. അത് അവിടെ ഇപ്പോഴും പുകഞ്ഞു നിൽക്കുന്നതാണ്. ഇത് ഈ വെടിക്കെട്ട് അല്ലെങ്കിൽ വെടിക്കെട്ട് പുരയുണ്ടായിരുന്ന പ്രദേശമല്ല. അതിനോട് ചേർന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്തെ കാഴ്ചകളാണ്. അതൊക്കെ ഇങ്ങനെ പല പല ഭാഗങ്ങളിലായി ഇപ്പോഴും കൂട്ടി കിടക്കുന്നു എന്നുള്ളതാണ്. ഉണ്ടായ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി കൃത്യമായിട്ട് മനസ്സിലാവുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പകൽ വെളിച്ചത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്നത്. അത് ആ വെടിക്കെട്ട് പുരയിൽ നിന്നും 100-150 മീറ്ററോളം മാറിയിട്ടുള്ള പ്രദേശത്ത് ഇതുപോലെ തന്നെ ഇപ്പോഴും ഈ സാധനങ്ങളൊക്കെ തന്നെ കൂടിക്കിടക്കുന്നു. ഇതിനെല്ലാം തന്നെ ഈ വയലിന് തീ പിടിച്ചതുപോലുള്ള ഒരു പല ഭാഗങ്ങളും കത്തിക്കരിഞ്ഞ് കിടക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ രാവിലെ ഉള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ തിരച്ചിൽ, അതിൻ്റെ നടപടികൾ ഒക്കെ ആരംഭിക്കുകയും ചെയ്യും. സ്കൂബ ടീം കൂടി എത്തും എന്നുള്ളതാണ് അറിയുന്നത്. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ആ 2 കുളങ്ങളുണ്ട്, അവിടേക്കുള്ള ഒരു തിരച്ചിൽ കൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ ആ ഒരു ഹെലികാം ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ തന്നെ സ്കൂട്ടറുകളൊക്കെ കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രത്തോളം സന്തോഷത്തോടെ ഒരു കുടുംബം പോലെയൊക്കെ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന ആളുകളാണ്. പെട്ടെന്നാണ് വലിയൊരു ദുരന്തത്തിലേക്ക് ആ കാഴ്ചകളൊക്കെ മാറിയത് എന്ന് സംശയം പറയാം. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ അത് സംസാരിക്കുകയാണ്. ഇനി ഏത് രീതിയിലേക്ക് വേണം എന്നുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ, ചില പദ്ധതികൾ, പ്ലാനുകൾ ഒക്കെ ഇടുകയാണ്. അതിനുശേഷമായിരിക്കും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്യുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും രാവിലെ തന്നെ തയ്യാറായി കഴിഞ്ഞു. പ്രജിൻ. യെസ്, വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തുടരുക വിപിൻ. ഏറ്റവും പുതിയ വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അവിടെ നിന്നും ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ഒരു മേഖലയാകെ തന്നെ കത്തിക്കരിഞ്ഞു പോയ കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുൻപ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്രമന്ത്രി പ്രതികരിച്ചത്. അത് ഈ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം മന്ത്രിയും മറ്റ് ബന്ധപ്പെട്ടവരും ഈ ചർച്ച നടക്കും, ഇന്നോ നാളെയോ ചർച്ച നടക്കുമെന്നാണ് സുരേഷ് ഗോപി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെയൊക്കെ പരിശോധന സംബന്ധിച്ച പ്രതികരണം കൂടി കേന്ദ്രമന്ത്രി നടത്തിയിരുന്നു. വീഴ്ച സംഭവിച്ചോ എന്നതടക്കം അന്വേഷിക്കണം എന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന് പിന്നാലെ ജില്ലാ കളക്ടർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഈ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 11 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത് എന്ന് പറയുമ്പോൾ നേരത്തെ 13 പേരുണ്ടായിരുന്നു. 2 പേർ അവിടെ നിന്നും ഡിസ്ചാർജായി പോയിട്ടുണ്ട്. അപ്പോൾ 11 പേരാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് എന്ന വാർത്ത കൂടി കഴിഞ്ഞ മിനിറ്റിൽ പുറത്തു വന്നു. 5 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിൽ 2 പേർ ഇപ്പോഴും വെന്റിലേറ്ററിലാണ്. 6 പേരുടെ നില തൃപ്തികരമാണ് എന്ന വിവരം കൂടി വരുന്നു. ആകെ 11 പേരുണ്ട്. അതിൽ 6 പേരുടെ നില തൃപ്തികരമാണ് എന്ന വിവരം കൂടി ജില്ലാ കളക്ടർ നേരത്തെ പങ്കുവച്ചിരുന്നു. 5 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. അതിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞു. 2 പേരുടെ DNA സാമ്പിളിംഗ് കൂടി, DNA പരിശോധന കൂടി ബാക്കിയുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത്. അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് 2 മൃതദേഹങ്ങൾ കൂടി ബന്ധുക്കൾക്ക് നൽകും. മറ്റ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിന് പിന്നാലെ നടക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചത്.
തർക്കങ്ങളില്ലാതെ അത് മൃതദേഹങ്ങൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ കാലതാമസം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ജില്ലാ കലക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലക്കാട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൂടുതൽ ഡോക്ടേഴ്സിനെ എത്തിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില സംബന്ധിച്ചും ഈ വെന്റിലേറ്ററിലും ഒക്കെ കഴിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ജില്ലാ കലക്ടർ നേരത്തെ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.